ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വിവോ X200 Proനെ കുറിച്ചാണ്. അതുപോലെ തന്നെ X200 നമുക്ക് വേണമെങ്കിൽ ഇതിൽ കണക്കിലെടുക്കാം. അപ്പോൾ കുറേ പേരായി നമ്മളൊരു റീസെൻ്റ് ഒരു റിവ്യൂ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം ആയിട്ടുണ്ട് സാധനം. അപ്പോൾ റിവ്യൂ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് വിവോ എടുക്കാൻ X200 Pro എടുക്കാൻ താല്പര്യമുണ്ട്, അത് സംശയമാണ്, പക്ഷേ ലാസ്റ്റ് റേറ്റ് ഇനിയിപ്പോൾ സെയിൽസ് വരുന്നതിന് പ്രൈസ് കുറയോ, അങ്ങനെ കുറേ എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കുറേ എൻക്വയറി ചോദിച്ചിട്ട് എനിക്ക് വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ വിചാരിച്ചില്ല നമുക്ക് വിവോൻ്റെ ഈ X സീരീസ് ഫോണുകൾക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സാംസങ്ങിൻ്റെ അൾട്രാ സീരീസുകൾക്കൊക്കെ ഈ ഡിസ്പ്ലേ ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ വിവോൻ്റെ X സീരീസ് ഫോണിലേക്ക് മാറി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ലൈഫ് ടൈം വാറണ്ടി, ഇവരുടെ സർവീസൊക്കെ സൂപ്പറാണ്. വിവോൻ്റെയും ഐക്യൂൻ്റെയും സെയിം സാധനം തന്നെയാണ്. ഒരു സർവീസ് കൊടുക്കുന്നതൊക്കെ കിടിലൻ സർവീസുകളാണ്. മിക്ക സർവീസ് സെൻ്ററൊക്കെ കണ്ടാൽ നമ്മുടെ വായ പൊളിഞ്ഞു പോകുക, അത്രയ്ക്കും കിടിലൻ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് X സീരീസ് ആകുമ്പോൾ ഒരു ഹൈ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന സാധനമാണല്ലോ. ഇപ്പോൾ ഇനി ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 month പ്ലസ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്, സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം, മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി നിങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുക്കായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ ഇവരുടെ നോർമലി X സീരീസുകൾ ഫോണുകളെല്ലാം നോർമലി ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്റ്റോക്ക് ഔട്ട് ചെയ്യത്. പിന്നെ നിങ്ങൾക്കത് ഇപ്പോൾ കുറേ പേര് നമ്മുടെ സാംസങ് ഒക്കെ ചെയ്യണ പോലെ തന്നെ അടുത്ത സെയിൽസ് വരുമ്പോൾ അതിന് ഭയങ്കര പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇനി സെയിൽസിന് വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ സെയിൽസ് ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. എന്താ വെച്ചാൽ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഓഫ്ലൈൻ പോയി കഴിഞ്ഞാൽ ഇപ്പം മിക്ക കടയിലും സ്റ്റോക്ക് ഔട്ടാണ്. ആമസോണിലൊക്കെ ഇപ്പോൾ സ്റ്റോക്കിനുണ്ട്. നിങ്ങൾക്ക് 95,000 ഈ സാധനത്തിന് പ്രൈസ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഞാനത് മറന്നു, എന്തോ കാർഡ് ഡിസ്കൗണ്ട് ഉണ്ട്. ICICI ബാങ്കിനാണോ, ഞാൻ ആക്ച്വലി എടുത്തേക്കുന്നത് 87 രൂപയ്ക്കാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് ആകെ ഒരു പേരിൻ്റെ മാത്രമേ ഉള്ളൂ, 16 GB 512 GB. ഇതിൻ്റെ പേരെന്തായിരുന്നു, X200 Pro. അതേ സെയിം പോലെ തന്നെയാണ് നമ്മുടെ നോർമൽ ഒരു X200 കേട്ടോ. അപ്പോൾ X200 ആയാലും നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാം, ഒരു പ്രോബ്ലങ്ങളൊന്നുമില്ല. ടെലിഫോട്ടോ ലെൻസാണ് ഡിഫറൻസ് വരുന്നത്. 200 മാച്ച് ചെയ്യാം. ഫുള്ളും 3 50 മെഗാപിക്സലാണ്. ഇതിൽ നമുക്ക് 200 50 ആണ് വരുന്നത്. ഡിസ്പ്ലേയും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ വ്യൂവിങ് എക്സ്പീരിയൻസിനും സംഭവത്തിനൊന്നും ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. ഓവറോൾ ഇത് പിടിക്കുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ ഭയങ്കര വലുതാണ്. മറ്റേ ക്യാമറ ഇതിൻ്റെ ക്യാമറ ഉദ്ദേശിച്ചത് ബമ്പ് ഭയങ്കര വലുതാണ്. X200 നോർമൽ സീരീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. അതാണ് മെയിൻലി ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത്. അല്ലാത്ത പക്ഷം വലിയ ഡിഫറൻസ് ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ പ്രൈസ് ഒന്ന് നോക്കട്ടെ. പ്രൈസ് 94,999 തന്നെയാണ്. ഒരു ഡിഫറൻസ് ഒന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. ഏതോ കാർഡിന് ഓഫറും സംഭവമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നു. ICICI-നായിരുന്നോ? ICICI തന്നെയാണ്. 7,000 രൂപ. ആക്സിസ് ബാങ്കിനും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റിയ സമയമാണ്. എന്താ വെച്ചാൽ ആദ്യം ആക്സിസ് ബാങ്കിന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ ആക്ച്വലി നമുക്ക് കോട്ടക് ബാങ്കിനും ഉണ്ട്, ആക്സിസ് ബാങ്കിനും ഉണ്ട്, ICICI ബാങ്കിനും ഉണ്ട് ആമസോണിൽ. അപ്പോൾ ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ഉണ്ടായി നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. 7,000 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 88 ആ റേഞ്ചിലൊക്കെ സാധനം കയ്യിലിടും. അപ്പോൾ നല്ല ഡീൽ തന്നെയാണ്. 88 രൂപയ്ക്ക് കുറേ പേർക്ക് എന്താ സംശയം എന്ന് വെച്ചാൽ വിവോ ഫോൺ ഒരു 88 രൂപയ്ക്ക് എടുക്കാവുന്നതാണ് കുറേ പേർക്കുള്ള സംശയം. അത് വിവോ ഫോണല്ല, നിങ്ങൾ ആപ്പിൾ എടുത്താലും സാംസങ് എടുത്താലും ഈ സാധനം 88 രൂപയ്ക്ക് എടുക്കുന്നത്, അതായത് ഫോൺ എടുക്കുന്നത് നഷ്ടം തന്നെയാണ്. അത് അസറ്റോ സംഭവമൊന്നുമല്ല, ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞു വരും. അപ്പോൾ അത് ആപ്പിളായാലും സാംസങ് ആയാലും രണ്ടായാലും കുറവ് തന്നെയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയും. അതിപ്പോൾ നിങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ട് ഇത് എടുക്കാണ്ടിരിക്കേണ്ട. പറയുമ്പോൾ എന്താ വെച്ചാൽ ഈ സാധനം കിടിലൻ ഫോണാണ്. അത് 1.5 ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഈ സാധനം നല്ലോണം തിരിച്ചു തരുന്നുണ്ട്. എസ്പെഷ്യലി ക്യാമറ, ബാറ്ററി ബാക്കപ്പ്, ഡിസ്പ്ലേ ക്വാളിറ്റി. പിന്നെന്താ ആകെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. അത് പൊട്ടയെന്നല്ല നമ്മൾ പറഞ്ഞിട്ടാ. എന്താ വെച്ചാൽ നമ്മൾ ഈ ഐഫോണും അതുപോലെ തന്നെ നത്തിങ് OS, പിക്സലും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഹൈ എൻഡ് ക്വാളിറ്റിയുടെ വൺ UI ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ഇതിൽ കുറച്ച് നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ ഒരു ആപ്പൊക്കെ ഉണ്ട്, വിവോ സ്റ്റോർ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനമുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ റെക്കമെൻഡേഷൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര ഓഫ് ചെയ്താലും പിന്നെയും സാധനം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങൾ മാത്രം. അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. സോഫ്റ്റ്വെയർ കുറച്ച് ഇഷ്യൂ, അല്ലാത്ത പക്ഷം സോഫ്റ്റ്വെയറിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കസ്റ്റമൈസേഷൻ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതാണ് മെയിൻ ഒരു ഇഷ്യൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ എല്ലാ ഫോണുകളിലും കമ്പ്യൂട്ടറിലും എല്ലാത്തിലും ഞാൻ എക്സ്ട്രാ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇൻബിൽഡ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നോഡാണ്. ഞാൻ എൻ്റെ പ്രൈമറിയിലൊക്കെ നോട്ടനാണ് ഉപയോഗിക്കുന്നത്. നോട്ടനും കാസ്പർസ്കൈ, ബിറ്റ് ഡിഫറൻറ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. മെയിൻ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ iOS ഡിവൈസിൽ അടക്കം കേട്ടോ.
അപ്പോൾ അല്ലാത്ത പക്ഷം ഈ സാധനത്തിന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ അതായത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ നോർമൽ ഐക്യൂവിൻ്റെ ഒക്കെ ഫോണില്ലേ ഒരു 20,000-30,000 രൂപയുടെ ഫോൺ ആ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിലും കിട്ടുക. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം. അത് Xiaomi 15 ഉപയോഗിക്കുമ്പോൾ അത് തന്നെ കുഴപ്പം. അവരുടെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു എന്താ പറയുക സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇവരുടെ ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പിലും കിട്ടുന്നത്. അതാണ് ഇവരുടെ കുഴപ്പം. ഇവർക്ക് സെപ്പറേറ്റ് അതിന് ഒരു ലൈൻ വരച്ചിട്ടില്ലേ സെപ്പറേറ്റ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ സീരീസ് ഫോണുകൾക്ക് ഹൈ എൻഡ് S24, S25, S23 ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുടെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന M സീരീസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ അതിനാടും താഴെ F സീരീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് അവിടെ മറ്റേതിൽ പരസ്യം വരും, ഇതിൽ പരസ്യം വരില്ല. അതാണ് മെയിൻ സംഭവം. അപ്പോൾ ഈ പരസ്യം എന്ന് പറഞ്ഞ സാധനം ഇതിൽ വരും, നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിൽ വരും. അതാണ് ഇതിൻ്റെ മെയിൻ കോൺ എന്ന് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം കിഡിലൻ സാധനം എന്ന് വേണമെങ്കിൽ പറയാം. ഇൻബിൽഡായിട്ട് നമുക്ക് എന്താ പറയുക സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേറെ ഒന്ന് ഒട്ടിക്കാം. ഇത് എല്ലാ സൈഡും കർവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെമ്പർ ഗ്ലാസ് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. ഇഷ്യൂസ് വരും, പൊളിഞ്ഞു വരും, അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ ഓൾറെഡി ഇൻബിൽഡ് വരുന്ന സ്ക്രീൻ ഗാർഡ് അത്യാവശ്യം കാലമായിട്ട് മാത്രം വേറെ ഒട്ടിച്ചാൽ വേണ്ടിയിട്ടാണ്. അതാണ് മെയിൻലി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സാധനം ഹൈലി നമുക്ക് ഞാൻ എൻ്റെ ഈ നമ്മുടെ JBLൻ്റെ ഈ സാധനം JBL Live Beam 3 എന്ന സാധനം സെയിലിനിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ മെസ്സേജുകൾ കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിക്സലും സെയിൽ ചെയ്യാണ്ടിട്ടുണ്ട്. അതിൻ്റെ മെസ്സേജ് അതാണ് ഇതിന് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിൽ. ഇത് നമ്മുടെ ഞാൻ എന്താ പറയുക ബിസിനസ് പരമായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാണ്. നമ്മുടെ എന്താ പറയുക യൂട്യൂബിൻ്റെ സംഭവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ BSNL നമ്പർ എടുക്കുന്നതാണ്. ഓഫീസ് നമ്പർ എൻ്റെ വേറെയാണ്, പേഴ്സണൽ നമ്പർ എൻ്റെ വേറെയാണ്. അപ്പോൾ അതിന് 3 ഫോൺ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു ഫോണാണ് പക്ഷേ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ വേറെ കാര്യം. അപ്പോൾ ഞാൻ ഇതിന് നെറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ. ഇതിൽ പിന്നെ നെറ്റ്വർക്ക് സംഭവമൊന്നുമില്ല, ഒരു ഇഷ്യൂ ഇല്ല, കോളും ഒരു പ്രശ്നവുമില്ല. കോൾ റെക്കോർഡിംഗ് ഉണ്ട്, പക്ഷേ സാംസങ്ങിൻ്റെ പോലെ ഡിഫോൾട്ടായിട്ടൊന്നും റെക്കോർഡൊന്നും ആവില്ല. കോൾ ബട്ടൺ വരും. ഇതിൻ്റെ കുറേ പേർക്കുള്ള സംഭവമാണ് ഇതിൻ്റെ ഈ കോൾ ആപ്പ്. അതാണ് കോൾ ആപ്പ് എന്ന സാധനം ഇതാണ് കേട്ടോ. പിന്നെന്താ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് കോൺസ് എന്ന് പറയാനുള്ളത്. ഇതിൽ കോൺസ് മാത്രമേ ഉള്ളൂ. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ഹെവി ഒന്നും ഇല്ല. പറയുമ്പോൾ 6000 mAh ബാറ്ററി കാണാനൊക്കെ വരുന്നുണ്ടെങ്കിലും പിന്നെ ഇതിൻ്റെ ഒരു കോൺ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ നമുക്ക് നമ്മുടെ സാംസങ്ങിൻ്റെ ആപ്പിളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇഷ്ടം പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള കേസുകൾ കിട്ടും. ഇവർക്ക് അങ്ങനെ കുറേ ഇഷ്യൂസുകളുണ്ട്. വിവോൻ്റെ ആയാലും അങ്ങനത്തെ ഷോമി ആയാലും ഇവരുടെ ഈ ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് ഇപ്പോൾ സ്പീഗൻ, റിങ്ക് അങ്ങനത്തെ ബ്രാൻഡുകളൊന്നും ഇവർക്ക് ഇറക്കുന്നില്ല കേസ്. അതാണ് ഒരു പ്രോബ്ലം. അവിടെ നല്ല ബ്രാൻഡഡ് കേസ് കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെയും ബേത്തുള്ളൊരു കേസാണ് ഞാൻ പെട്ടേക്കുന്നത്. ഗോൾഡൻ സാൻഡ് എന്ന് പറഞ്ഞിട്ട് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല കേസാണ്. ഇവരുടെ ഒരു ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസ് ഉണ്ട്. യെല്ലോ ഒന്നും ആവുന്നില്ല, ചെറുതായിട്ട് സൈഡ് ചെറുതായിട്ടൊരു യെല്ലോ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ എന്നാലും അങ്ങോട്ട് ആവുന്നില്ല. പിന്നെ പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ബ്ലാക്ക് ഫിനിഷ് ഉള്ളത് ഉണ്ട്, വേറെ ഉണ്ട്. ഒരു 2-3 മോഡലുണ്ട് ഗോൾഡൻ സാൻഡ്. പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ, ഇത് തെറ്റിയിരിക്കേണ്ട. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണുന്നുണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വെറുതെ നോക്കിയുള്ളൂ, സാധനം അപ്ലിക്കാൻ ലോക്ക് ആയി കണ്ടു. ഭയങ്കര ഫാസ്റ്റാണ് അതെല്ലാം. പിന്നെ ഇതിൽ Dimensity 9400 ആണ്. അത് കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. ഹൈ ക്വാളിറ്റി ഹൈ പെർഫോമൻസ് തരുന്ന സാധനം. സ്നാപ്ഡ്രാഗൺ 8 ഇതിന് അത്ര വരുന്നില്ലെങ്കിലും പക്ഷേ അതിൻ്റെ കൂടെ മുട്ടി നിൽക്കുന്ന സാധനം തന്നെയാണ്. പോരാത്തതിന് അവരുടെ വക ഒപ്റ്റിമൈസേഷനും വരുന്നുണ്ട്. ക്യാമറയ്ക്ക് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ ഇമേജ് പ്രൊസസ്സർ വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. V3 ചിപ്പ്, V3 പ്ലസ് ആണെന്നുണ്ട്. നമുക്ക് ആ X200 വരുമ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. അതിൽ V2 പഴയ പ്രൊസസ്സറാണ് വരുന്നത്, ഇതിൽ V3 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു ഡിഫറൻസ്. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു നല്ല ഫോട്ടോ ക്വാളിറ്റി സംഭവമൊക്കെ വരുന്നുണ്ട്, വീഡിയോ ക്വാളിറ്റി ആയിക്കോട്ടെ രണ്ടും. അപ്പോൾ ഈ സാധനം കണ്ണും പൂട്ടി എടുക്കാൻ റെക്കമെൻഡ് ആണ്, ഒരു സംശയവും വേണ്ട. അത്ര പ്രൈസ് നിങ്ങൾ മുടക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറേ പേർക്കുള്ള സംശയമാണ് S24 Ultra എടുക്കണോ ഈ സാധനം എടുക്കണമെന്ന്. S24 Ultra നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു കാറ്റഗറിയാണ് സാധനം. എന്താ വെച്ചാൽ അതിൽ നമുക്ക് S Pen വരുന്നുണ്ട്, ഒരു ബിസിനസ് ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് അതിൻ്റെ എന്താ പറയുക ഫീച്ചേഴ്സ് ഒന്നും അതിൻ്റെ S Pen അങ്ങനെ സംഭവമൊന്നും ഇതിലില്ല. പക്ഷേ ഇതായാലും നല്ല വെറുത്ത് തന്നെയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ക്യാമറ നോക്കി എടുക്കുകയാണെങ്കിൽ സാധനം ഹൈലി വെറുത്താണ്, കണ്ണുപോയിടുക. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.